ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين محمد سيد الكونين والثقلين هو الفاني والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഖബറിൽ കിടക്കുന്ന സന്ദർഭത്തിലും അതുപോലെ മഹ്ശറ വൻസഭയിൽ ഒറ്റപ്പെടുന്ന സന്ദർഭത്തിലും ആരോരുമില്ലാതെ ബുദ്ധിമുട്ടി നടക്കുമ്പോൾ ആ ഹബീബ് വന്നുകൊണ്ട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ടാണ് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നത്. ആ ഒരൊറ്റ നിയ്യത്തോടുകൂടി ഹബീബായ മുത്തുനബിയുടെ 1500ാമത് ജന്മദിനം വരുമ്പോ അതിലേക്ക് നേർച്ചയിലേക്ക് ഒരു 5000 രൂപ സംഭാവന ചെയ്യാൻ പൈസ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ ആമീന പൂവേ പൊന്നുമ്മ ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലൈഹി നീ കബൂലാക്കണേ അല്ലാഹ്. ഇത് മുത്തുനബിയോടുള്ള സ്നേഹം കാരണമാണ് റബ്ബേ, നീ കബൂലാക്കണേ. അൽഹംദുലില്ലാഹ്. അവിടെ എത്ര പറഞ്ഞു പറയാം ബാബുദുല്ലാഹ് പൈദലൽ ആമീൻ റഹ്മത്തേ എന്നും ആലമീൻ സല്ലല്ലാഹു അലാ നീ കബൂലാക്കണേ അല്ലാഹ്. 2000, 3000, 5000 ആയിട്ട് 500 ആയിട്ട് തരുന്നവരുണ്ട്. കഴിവിന്റെ പരമാവധി സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് നീ കബൂലാക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, നാളെ നമ്മളെ രക്ഷപ്പെടുത്താൻ പരലോകത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മുടെ രക്ഷകനായി വരുന്നത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു അലൈഹി അൽഹംദുലില്ലാഹ് അബ്ദുല്ലാഹ് പൈദലൽ ആമീൻ റഹ്മത്തേ എന്നും ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചെയ്യുന്ന സംഭാവനകൾ നീ കബൂലാക്കണേ അല്ലാഹ്. മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെ കാരണമാണ് റബ്ബേ ഈ ചെലവഴിക്കുന്നത്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആരെല്ലാം നൽകുന്നുവോ റബ്ബേ അവർക്കൊക്കെ നീ അവരുടെ സമ്പത്തിൽ, കുടുംബങ്ങളിൽ, കച്ചവടങ്ങളിൽ, ജോലികളിൽ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. നാളെ പരലോകത്തെ രക്ഷപ്പെടാൻ ഇതൊരു കാരണമാക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാൻ ഇതൊരു കാരണമാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ്. സമ്പത്ത് ഉണ്ടായിട്ട് നിങ്ങൾ തരാതിരിക്കരുത്. 5000 രൂപ, 2000, 3000, 1,00,000 രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്. കൂടുതൽ മുറാദുകൾ എന്താണെങ്കിലും നീ ആശിരാക്കണേ റബ്ബേ. ആമീൻ. നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മത്തോം കി താജ് വാലേ ദോ ജഹാം കി താജ് വാലേ സല്ലല്ലാഹു അലൈഹി വസല്ലം.
വസല്ലം റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ എന്ത് മുറാദാണെങ്കിലും ഹബീബായ മുത്തനബിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ തരുന്നവരെ കഴിഞ്ഞ ആഴ്ച തന്നവരൊക്കെ ഉണ്ട്, അവരുടെ നല്ല മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നല്ല മരണം നൽകണേ അല്ലാഹ്. മുത്തനബിയെ കണ്ടുകൊണ്ട് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. തിങ്കൾ വാനിലുദിച്ചു അവതാമിൻ താഴ്വരയിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തനബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഈ തരുന്നവർക്ക് കഴിഞ്ഞ ആഴ്ച തന്നവരെ കണ്ട് റബ്ബേ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും അവരെയും ഞങ്ങളെ കുടുംബങ്ങളെ അവരെ കുടുംബങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ആഴ്ച പറഞ്ഞപ്പോ വളരെ താല്പര്യത്തോടുകൂടി, അതുപോലെ ഇപ്പൊ ഈ ആഴ്ചയും പറഞ്ഞപ്പോ വളരെ താല്പര്യത്തോടുകൂടി മുത്തുനബിയോടുള്ള മഹബത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികളാണ്. അതിലേക്കാണ് ഈ സംഭാവനകൾ നൽകുന്നത്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആ മുത്തുനബിയെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണാൻ, മനാമിൽ കാണാൻ, മദീന കാണാൻ, മക്ക കാണാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ തന്ന ഓരോരുത്തർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മദ്രസയിലെ പഠന നിലവാരത്തിൽ മികച്ച കുട്ടികളെ മഹല്ല് കമ്മിറ്റി നൽകുന്ന മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കേട്ടെടുത്തുണ്ട് റബ്ബേ. ആ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മർഹമത്ത് നൽകണേ അല്ലാഹ്. പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മാതാപിതാക്കൾ, അതുപോലെ ജ്യേഷ്ഠാനുജന്മാർ, ഞങ്ങളെ വല്യപ്പ വല്യമ്മ പലരും മരണപ്പെട്ടു പോയി. ഈ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടത്തുന്നു. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തനബിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അവർക്ക് ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ച 50 കിലോ ഇറച്ചി മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ചെയ്യുന്ന ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾ, ഈ തന്ന ആളുകളുടെ മക്കളൊക്കെ ഗൾഫിലാണ് റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലികളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.